എറണാകുളം കോതമംഗലത്തെ MA എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി വിദ്യാർത്ഥികൾ രംഗത്ത് വന്നു. ഇയർ ബാക്ക് തുടരുമെന്ന കോളേജ് അധികൃതരുടെ പിടിവാശി സമ്മർദ്ദത്തിലാക്കി എന്നുള്ളതാണ് ആരോപണം. കൃത്യമായ ഒരു ലാബ് ഫെസിലിറ്റീസും കൃത്യമായ ഒരു ടീച്ചിങ് ഫെസിലിറ്റീസും വിദ്യാർത്ഥികളുടെ ഒരു മാനസികാവസ്ഥയും എല്ലാവർക്കും ഈ ഇയർ ബാക്ക് സംവിധാനം എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റബിൾ അല്ല. പലരും പല ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഫാമിലി സിറ്റുവേഷൻ വരുന്നതാണ്. അപ്പോൾ ഈ ഇയർ ബാക്ക് സിസ്റ്റം KTU പോലും എടുത്തു കളഞ്ഞു. ഗവൺമെൻറ് അതിനൊരു സംവിധാനം നിശ്ചയിച്ചു, അത് ചർച്ചകൾ ചെയ്തു, KTU പോലും അത് എടുത്തു കളഞ്ഞു. ശേഷം ഇപ്പോഴും ഈ കോളേജിൽ നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കൃത്യമായൊരു ഓട്ടോക്രസിയാണ്. പറഞ്ഞാൽ ആരും ഒന്നും ചോദിക്കാൻ വരില്ല. പിള്ളേരായാലും ചോദിക്കാൻ വന്ന ഇന്റേണൽമാർക്കും പറയാം, ക്രെഡിറ്റും പറയാം. 4 മണിക്കൂർ നീണ്ട വിദ്യാർത്ഥി പ്രതിഷേധത്തിനൊടുവിൽ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് കോളേജ് അധികൃതരുടെ വാഗ്ദാനം. കൂടാതെ നമ്മൾ പറഞ്ഞേക്കുന്നത് എക്സാമിൻ്റെ ഫീസ് കൂടുതലാന്നുള്ള ആ കാര്യവും അനുഭാവപൂർവ്വം തന്നെ പരിഗണിക്കുന്നതായിരിക്കും. കൂടാതെ മാസത്തിലൊരു പ്രാവശ്യം നമ്മൾ കൗൺസിലുമായിട്ടൊരു മീറ്റിംഗ് കൂടാനും തീരുമാനിച്ചിട്ടുണ്ട്. തിരൂർ മലയാളം സർവകലാശാലയിലെ ദളിത് ഗവേഷക വിദ്യാർത്ഥിയുടെ പരാതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രത്യേക സംഘം അന്വേഷിക്കും. തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ, താനൂർ MLA PK നവാസ് എന്നിവർ സർവകലാശാല വിസിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഗവേഷണ പ്രതിസന്ധി പരിഹരിച്ച് ആവശ്യമായ സംവിധാനം ഒരുക്കുമെന്നും സർവകലാശാലയുടെ ഉറപ്പ്. ഇത് ഓൾറെഡി തന്നെ ഈ പരാതി വന്നപ്പോൾ തന്നെ പോലീസിൽ കംപ്ലൈൻറ്റ് ഇവർ തന്നെ കൊടുത്ത് ഇതിന് പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളെ അന്വേഷിച്ച് കൃത്യമായ വകുപ്പുകളിട്ട് FIR വരേണ്ടതായിരുന്നു. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. സോണൽ, ദിവസങ്ങളായി തുടരുന്ന സമരമാണ്. ഇപ്പോൾ അതിൽ 2 MLA-മാരുടെ ഇടപെടലുണ്ടായിരിക്കുന്നു. എത്രയും പെട്ടെന്ന് തീരുമാനമുണ്ടാകുമെന്ന ഉറപ്പ് വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ടോ? മലയാളം സർവകലാശാലയ്ക്ക് മുമ്പിലെ പരിസ്ഥിതി പഠന വിഭാഗത്തിൽ ഗവേഷണം നടത്തുന്ന അനഘ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ സമരം ഇന്ന് 2ാം ദിവസത്തേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ വിഷയത്തിന് ഗൗരവം മനസ്സിലാക്കിയാണ് തിരൂർ MLA-യും താനൂർ MLA-യും സംയുക്തമായി ചേർന്നുകൊണ്ട് VC-യെയും രജിസ്ട്രാറേയും ഒക്കെ വിളിച്ചു ചേർത്ത് ഇന്ന് അല്പസമയം മുമ്പ് തിരൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഒരു ചർച്ച നടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ആ ചർച്ചയിലെ പ്രധാന തീരുമാനങ്ങളെന്ന് പറയുന്നത് ഈ സംഭവം അന്വേഷിക്കാൻ വേണ്ടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ ഒരു പ്രത്യേക സംഘത്തെ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇക്കാര്യം മന്ത്രിയെ വിളിച്ച് അറിയിക്കുകയും എന്തായാലും അടുത്ത ദിവസം തന്നെ ആ വിഷയത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സമരത്തിലെ വിദ്യാർത്ഥികളും നിലവിലെ സമിതിയും ഒക്കെ തന്നെ ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ അനഘയ്ക്ക് ഗവേഷണം നടത്താൻ വേണ്ട എല്ലാ പഠന സൗകര്യങ്ങളും സർവകലാശാല ഒരുക്കി നൽകുമെന്ന ഉറപ്പ് കൂടി ഈ ചർച്ചയിൽ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം തന്നെ സമര പന്തലിലുള്ള ആളുകളെ അറിയിക്കും. പക്ഷേ അവരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് അറസ്റ്റിലപ്പുറത്തേക്ക് ഒരു നടപടി വന്നിട്ടില്ലെങ്കിൽ തങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ള നിലപാടിലാണ് ഈ സമരസമിതി ഉള്ളത്. അറസ്റ്റ് വേണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ഉറച്ച തീരുമാനം. എന്തായാലും നാളെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ഈ സമരത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി എത്തും. ഒരുപാട് സംഘടനകൾ, ഏകദേശം 17ഓളം വരുന്ന വിദ്യാർത്ഥി പ്രസ്ഥാന സംഘടനകൾ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് ആ സമരസമിതിയുമായി ബന്ധപ്പെട്ട ആളുകൾ അറിയിച്ചിട്ടുള്ളത്. നാളെ MSF-ൻ്റെ നേതൃത്വത്തിൽ അവിടേക്ക് മാർച്ച്, സർവകലാശാലയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. KSU-ൻ്റെ പ്രതിഷേധമുണ്ട്. അങ്ങനെ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ അവിടെ വലിയ പ്രതിഷേധ പരിപാടികളുമായി നാളെ എത്താൻ തന്നെയാണ് തീരുമാനം. സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.